ഓട്ടോക്കാരൻ്റെ അച്ചായത്തി പെണ്ണ്. രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 6. ഐസക് കോളിംഗ്. തുടരെ തുടരെ വരുന്ന ഫോൺ ബെല്ലിൻ്റെ ശബ്ദമാണ് അവളെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചത്. കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ട് അടുത്ത് കിടന്ന പൊടിമോളെ ഒന്ന് നോക്കി. ഉച്ചത്തിലുള്ള റിംഗ് ടോൺ കേട്ടതിനാലാവാം ഉറക്കത്തിനിടയിലും പെണ്ണ് ചിണുങ്ങുന്നുണ്ട്. അവൾ വേഗത്തിൽ കട്ടിലിനരികിൽ കിടന്ന മേശമേൽ വെച്ചിരിക്കുന്ന ഫോൺ കയ്യിലേക്കെടുത്തു. പൊടുന്നനെ സ്ക്രീനിൽ തെളിഞ്ഞു വരുന്ന വിളിച്ചയാളുടെ പേര് കേട്ട് അവളുടെ ശരീരം വെട്ടിവിറയ്ക്കാൻ തുടങ്ങി. ഫോൺ കയ്യിൽ പിടിച്ചുകൊണ്ട് അതെടുക്കണയോ വേണ്ടയോ എന്നുള്ള ആശങ്കയിലായിരുന്നു പെണ്ണ്. പേടിയോടെ ആ പേരിലേക്ക് കണ്ണെടുക്കാതെ ഉറ്റു നോക്കിക്കൊണ്ടിരുന്നവൾ. ഉടൻ തന്നെ അത് നിന്നു. നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ആശ്വാസത്തോടെ എമി ഒന്ന് നെടുവേർപ്പെട്ടു. പക്ഷെ അതിനധികം ആയുസുണ്ടായിരുന്നില്ല. വീണ്ടും അയാളുടെ വിളി അവളെ തേടിയെത്തി. ഫോൺ എമിയുടെ കയ്യിലിരുന്ന് വിറച്ചു. എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥ. ആരോട് പറയും? തൻ്റെ സങ്കടങ്ങൾ പറഞ്ഞാൽ പരിഹരിക്കാൻ കഴിയുന്നവർ ആരുമില്ല. പൊടുന്നനെ അവൾക്ക് രഞ്ജനെ ഓർമ്മ വന്നു. വേണ്ട, രഞ്ജിയേട്ടനെ ഇതിൽ ഉൾപ്പെടുത്തിക്കൂടാ. ആലിംഗക്കാർ മുന്നും പിന്നും നോക്കാത്തവരാണ്. രഞ്ജിയേട്ടൻ താൻ കാരണം ജീവിതമേ ഉപേക്ഷിച്ചവനാണ്. ഇനി തൻ്റെ കാര്യത്തിൽ ഇടപെട്ടിട്ട് ഏട്ടൻ എന്തെങ്കിലും സംഭവിച്ചാൽ തനിക്ക് സഹിക്കാനാവില്ല. ആ കുടുംബത്തിൻ്റെ അത്താണിയാണ് നഷ്ടപ്പെടുന്നത്. അതൊരിക്കലും സംഭവിച്ചുകൂടാ. കുമാരിയമ്മയുടെയും ചിത്തുവിൻ്റെയും ശാപം തൻ്റെ കുഞ്ഞിന് കിട്ടിക്കൂടാ. എന്തൊക്കെയോ മനസ്സിൽ പദം പറഞ്ഞുകൊണ്ട് കരഞ്ഞു പെണ്ണവൾ. അതിനിടയിൽ ഐസക്കിൻ്റെ കോൾ നിന്നുപോയിരുന്നു. അയാൾ ഒരിക്കലും തന്നെ സമാധാനമായി ജീവിക്കാൻ അനുവദിക്കുകയില്ല. കുഞ്ഞിൻ്റെ പിതൃത്വം മനസ്സിലായിട്ടുണ്ടാവുമോ അയാൾക്ക്? ആയിട്ടുണ്ടെങ്കിൽ കുഞ്ഞിനെ വെച്ചായിരിക്കും ഇനി തനിക്ക് വില പറയുവാനായിട്ട് വരുന്നത്. ഒരേ സമയം സ്വന്തം ജീവിതത്തോട് അറപ്പും വെറുപ്പും തോന്നിയവൾക്ക്. ചേട്ടൻ്റെ ഭാര്യയായിരുന്നിട്ട് കൂടി അനിയനെ നേരിടേണ്ടി വരുന്നവൾ. സമ്മതിച്ചില്ലെങ്കിൽ അയാളിൽ നിന്ന് ഏറ്റതിന് കയ്യും കണക്കുമില്ല. അല്ല, സേവൻ്റെ ഭാര്യയല്ലല്ലോ താൻ. അയാൾക്ക് വേണ്ടി വില കെടുത്ത് വാങ്ങിയ കളിപ്പാവയല്ലേ. ഇനിയും വയ്യ ഇങ്ങനെ ജീവിക്കുവാൻ. തന്നെ അംഗീകരിക്കാത്തവർക്ക് തൻ്റെ മകളെ അംഗീകരിക്കാനാവില്ല. വന്നപ്പോൾ കണ്ടതാണ് പൊടിയുടെ നേർക്കുള്ള മേരിക്കുട്ടിയുടെ സ്നേഹാഭിനയം. തൻ്റെ ജീവിതം നശിച്ചു. ആ വീട്ടിലേക്ക് പോയാൽ തൻ്റെ മകളുടെ ജീവിതം ഇതുപോലെയൊക്കെ തന്നെയായിരിക്കുമെന്ന് സ്ഥിരീകരിക്കുവാൻ അവൾക്കധികം ആലോചിക്കേണ്ടി വന്നില്ല. ചിന്തകൾ ചൂടുപിടിച്ചപ്പോൾ തല പൊട്ടിപ്പിളരുന്ന വേദന അനുഭവപ്പെട്ടു ആ പാവത്തിന്. കണ്ണുകൾ ഇറുക്കി അടച്ച് എമി ചുവരിലേക്ക് ചാരിയിരുന്നു. ഫോണിൽ നിന്നും കേട്ട മെസ്സേജ് ട്യൂണാണ് അവളെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത്. നോക്കിയപ്പോൾ കണ്ടു സ്ക്രീനിൽ തെളിഞ്ഞു കിടക്കുന്ന ഐസക്കിൻ്റെ ഒരു മെസ്സേജ്. തുറന്നു നോക്കുവാൻ പേടി തോന്നി പെണ്ണിന്. നിസ്സഹായാവസ്ഥയുടെ അങ്ങേയറ്റത്തെ അവസ്ഥയിലേക്ക് എമി കൂപ്പുകുത്തി. വിറയാർന്ന കൈവിരലുകൾ അതിലേക്ക് നീണ്ടു. ഹൃദയം പൊട്ടിപ്പോകുന്നത് പോലെയുള്ള അവസ്ഥ. തന്നെ മുച്ചൂട് നശിപ്പിക്കുവാനുള്ള എന്തോ അതിലുണ്ടെന്നവൾ ബലമായി വിശ്വസിച്ചു. 90 കഴിയുമ്പോൾ നീ ഇവിടെ എത്തിയിരിക്കണം. അല്ലെങ്കിൽ ഈ ഐസക് ആരാണെന്നറിയും. വന്നില്ലെങ്കിൽ നിന്നെ ഞാനൊന്നും ചെയ്യുകയില്ല. പകരം നിന്റെ കുടുംബത്തെ ഞാനിങ്ങെടുക്കും. മര്യാദയ്ക്ക് എൻ്റെ ഫോൺ എടുക്കടി. കൂർത്ത വാള് തലയ്ക്ക് മുകളിൽ കിടന്ന് ആടുന്നത് പോലെ തോന്നി എമിക്ക്. തന്നെയും കുഞ്ഞിനെയും വേട്ടയാടുന്ന ചെന്നായുടെ മുഖമായിരുന്നു അവളുടെ മനസ്സിൽ ഐസക്കിനപ്പോൾ. ഉടൻ തന്നെ അയാളുടെ കോള് വീണ്ടും എത്തി. കട്ടിലിൽ നിന്നും ചാടിയിറങ്ങി എന്തുകൊണ്ടോ കിണറ്റിൻ കരയിലേക്ക് ഓടിയവൾ. വർദ്ധിച്ച ഹൃദയമിടിപ്പോടെ ആൻസർ ബട്ടണിലേക്ക് അവളുടെ കൈ നീണ്ടു. അപ്പോൾ നിനക്കെൻ്റെ കോൾ എടുക്കാനും അറിയാം അല്ലേടി? ഫോൺ എടുത്തതും വികൃതമായ ഒരു ചിരി മറുവശത്ത് നിന്ന് എമി കേട്ടു. അവൾക്ക് ശ്വാസമെടുക്കുവാൻ ബുദ്ധിമുട്ട് തോന്നി. മര്യാദയ്ക്ക് ഞാൻ പറയുന്നതും കേട്ട് കടന്നാ നിനക്ക് ജീവിക്കാം. ഇല്ലെങ്കിൽ ആജ്ഞയുടെ ഒരു ധ്വനി അതിലുണ്ടായിരുന്നു. 90 കഴിയുമ്പോൾ നീ ആലുങ്കൽ കാണണം. മനസ്സിലായോ മോളെ? അവൾ അറപ്പോടെ കണ്ണുകൾ ഇറുക്കി അടച്ചു. ആരോ തൻ്റെ മുൻപിൽ വന്ന് നിൽക്കുന്നുണ്ടെന്ന് തോന്നിയപ്പോഴാണ് എമി മിഴികൾ തുറന്ന് നോക്കിയത് തന്നെ. രഞ്ജിയേട്ടൻ. പെണ്ണിൻ്റെ ചുണ്ടുകൾ പെറുപെറുത്തു. അവളുടെ കയ്യിൽ നിന്നും ഫോൺ ബലമായി വാങ്ങി കോൾ സ്പീക്കറിലേക്കായി ഇട്ടവൻ. അത് കൊച്ചെ എൻ്റെ ആണോടി? ആയിരിക്കും. എൻ്റെ ചേട്ടനെക്കാട്ടിലും നിൻ്റെ കൂടെ കിടന്നത് ഞാനാണല്ലോ. ഒന്ന് മരിച്ചാൽ മതിയെന്നായിരുന്നു എമിക്ക്. ലോകത്തൊരു പെണ്ണിന് ഈ ഗതി വരരുതേ എന്നവൾ ആ നിമിഷവും മനമുരുകി പ്രാർത്ഥിച്ചു. അപ്പോൾ പറഞ്ഞതുപോലെ ഈ ഒരു പ്രാവശ്യം കൂടി എന്നെ കൊണ്ട് വിളിപ്പിക്കാൻ ഇടയാക്കരുത്. ഒരു താക്കീത് തന്നിട്ട് അയാൾ ഫോൺ കട്ട് ചെയ്യുന്ന ഇരുവരും അറിഞ്ഞു. കുറച്ച് നിമിഷങ്ങൾ മൗനമായിട്ട് തന്നെ കടന്നുപോയി. എമിയുടെ ഏങ്ങൽ ചീളുകൾ ഒഴിച്ച് അവിടെ നിശബ്ദമായിരുന്നു. എന്താ മോനെ രഞ്ജ, എന്തു പറ്റി? എന്തിനാ ഇവള് കരയുന്നേ? പൊടുന്നനെ അവിടേക്ക് വന്ന ആനിയമ്മ ആകുലതയോടെ തിരക്കി. ഒന്നുമില്ല ആൻറ്റി, ടെൻഷൻ അടിക്കണ്ട. ഞാനിവളോട് സംസാരിക്കുമായിരുന്നു.
എമിയെ ഒന്ന് ഏറുകണ്ണിട്ട് നോക്കിയിട്ട് രഞ്ജൻ പതിയെ പറഞ്ഞു, ഞാൻ വിചാരിച്ച് ഇവക്ക് പെട്ടെന്ന് എന്തു പറ്റിയെന്ന്. തോളിൽ കിടക്കുന്ന തോർത്തെടുത്ത് അവർ ചെന്നിയിൽ നിന്നൊഴുകുന്ന വിയർപ്പ് തുള്ളികളെ ഒപ്പിയെടുത്തു. പുറത്തൊക്കെ ഭയങ്കര ചൂടാ. ഇച്ചിരി വിറവ് പെറുക്കാനായിട്ട് പോയതാ ഞാൻ. നിങ്ങൾ സംസാരിക്കേ, ഞാനിത്തിരി കാപ്പി ഇട്ടിട്ട് വരാം. പറഞ്ഞുകൊണ്ടവർ അടുക്കള വാതിൽക്കലേക്ക് നടന്നു. മോനെ, വേഗം സംസാരിച്ചിട്ടേ അവളെ ഇങ്ങ് കയറ്റിവിട്. സന്ധ്യയായ അതിയാൻ വരും. പിന്നെ അതുമതി വഴക്കം തല്ലുമാവാൻ. അകത്തേക്ക് കയറുന്നതിന് മുൻപ് അവരെ നോക്കി ആനിയമ്മ അത്രയും കൂടി പറഞ്ഞു. എമി. ശ്വാസമൊന്ന് ആഞ്ഞു വലിച്ചിട്ട് രഞ്ജൻ തുടങ്ങി. കരച്ചിലിനെ പുറത്തേക്ക് വിടാതെ ചുണ്ടുകൾക്കിടയിൽ കടിച്ചു പിടിച്ചു നിൽക്കുന്നവളെ ഒട്ടൊരു സഹതാപത്തോടുകൂടിയാണ് രഞ്ജൻ കണ്ടത്. ബാ, കിണറ്റിൻകരയിലേക്ക് പോയിരിക്കാം. അവൻ അങ്ങോട്ടേക്ക് നടന്നപ്പോൾ അവളും അനുഗമിച്ചു. നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. തനിക്കരികിലായിരിക്കുന്നവനെ സംശയത്തോടുകൂടി പെണ്ണ് നോക്കി. മൊത്തം കേട്ട് കഴിഞ്ഞിട്ട് മാത്രം കാര്യം തീരുമാനിച്ചാൽ മതി. അവൻ്റെ കണ്ണുകളിൽ ആശങ്കയുണ്ടായിരുന്നു. താൻ പറയുന്ന കാര്യങ്ങൾ എമി എങ്ങനെ എടുക്കൂ എന്നോർത്ത്. രഞ്ജേട്ടൻ എനിക്ക് ഗുണം ചെയ്യുന്ന മാത്രമേ പറയുള്ളൂ എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ആ തീരുമാനം എന്തായാലും ഞാൻ അനുസരിക്കും. മുഖം കുനിച്ചുകൊണ്ടാണ് അവൾ മറുപടി പറഞ്ഞെങ്കിലും ആ ശബ്ദത്തിന് വല്ലാത്തൊരു ഉറപ്പുണ്ടായിരുന്നു. നരകജീവിതം അനുഭവിച്ച് മടുക്കുമ്പോൾ ഇനി മുന്നോട്ടൊരു വഴിയും കാണാതെയാവുമ്പോൾ എന്തു വന്നാലും നേരിടണമല്ലോ ഈശ്വര എന്ന് പരിതപിക്കുന്ന ഒരമ്മയുടെ ചങ്കുറപ്പ്. നീ ആലുങ്കലേക്ക് തിരികെ പോകണം. രഞ്ജൻ്റെ വാക്കുകൾ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിച്ചതുപോലെയാണ് ആ പാവത്തിന് അനുഭവപ്പെട്ടത്. കേട്ടത് വിശ്വസിക്കാനാവാതെ അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കിയവൾ. പക്ഷേ അവിടെ കണ്ട മുറുകിയ മുഖഭാവം കേട്ടത് സത്യമെന്ന് അവളെ തോന്നിപ്പിച്ചു. രഞ്ജേട്ടൻ എന്താ പറഞ്ഞേ? അവൾ സംശയത്തോടെ കണ്ണുമിഴിച്ചു. ആലുങ്കലേക്ക് നീ തിരികെ പോകണമെന്ന്. എന്തേ, പറ്റില്ലേ നിനക്ക്? അവൻ്റെ മുറുകിയ മുഖത്തേക്ക് നോക്കി നിഷേധാർത്ഥത്തിൽ തലയിരുവശത്തേക്ക് ആട്ടിയവൾ. നീ എവിടം വരെ ഓടി ഒളിക്കും എമി, ഈ പട്ടികളിൽ നിന്നും? ആ? ഉത്തരമില്ലാതെ എമി ഇരുന്നു. എന്തേ, ഒന്നും പറയാനില്ലേ നിനക്ക്? വീണ്ടും രഞ്ജൻ്റെ ചോദ്യം ഉയർത്തു. എനിക്ക് പറ്റില്ല രഞ്ജിയേട്ടാ. മരിച്ചു പോകുന്ന അവസ്ഥ വന്നപ്പോഴല്ലേ ഞാൻ അവിടെ നിന്ന് ഓടിയിറങ്ങി ഇങ്ങോട്ടേക്ക് പോകുന്നത്. അവൾ കരഞ്ഞു. നാളെ നിൻ്റെ അപ്പൻ നിന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടും. 3 മാസത്തെ ശുശ്രൂഷ എന്ന ഒറ്റ കാരണം കൊണ്ടല്ലേ നീ ഇവിടെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്? ആ? അത് കഴിഞ്ഞ് എന്ത് ചെയ്യാനാ നിൻ്റെ തീരുമാനം? രഞ്ജൻ്റെ വാക്കുകൾ കേട്ട് അവളൊന്ന് ഞെട്ടി. വീണ്ടും മൗനത്തെ കൂട്ടുപിടിച്ചവൾ. എമി. അവളുടെ നിറയുന്ന കണ്ണുകൾ കണ്ട് രഞ്ജൻ അലിവോടെ വിളിച്ചു. ആ. അവളൊന്ന് മൂളിയതേ ഉള്ളൂ. നിന്റെ അമ്മയ്ക്ക് പോലും ഈ വീട്ടിലെല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ഭർത്താവിനെ പേടിച്ച് സ്വന്തം മകളെ പേടിച്ച് ജീവിക്കുന്ന ഒരു സാധാരണ വീട്ടമ്മയാണവർ. നാളെ നിന്നെ പ്രതി ഇവിടെ ഒരു വഴക്കുണ്ടാവും. ജീവിതകാലം മുഴുവനും നിന്നെ നോക്കാൻ ആനിയപ്പം കൊണ്ട് പറ്റുമോ? ഇനി നോക്കിയാൽ തന്നെ അവരുടെ കാലശേഷം നീ എങ്ങനെ ജീവിക്കും? ഈ വീട്ടിൽ നിനക്കോ നിന്റെ മകൾക്കോ ഒരു വിലയില്ല, അവകാശവും. പറഞ്ഞുകൊണ്ട് അവൻ എമിയുടെ മുഖത്തേക്ക് നോക്കി. ആകെ തളർന്നിരിക്കുകയായിരുന്നവൾ. ഈ വീട്ടിൽ നിന്നാലും ആലുങ്കക്കാർ നിന്നെ വന്ന് കൊണ്ടുപോകില്ലെന്ന് ആര് കണ്ടു? നീ പോവില്ലെന്ന് ശാഠ്യം പിടിച്ചാലും അവരോട് ജയിച്ചു നിൽക്കുവാൻ നിന്നെക്കൊണ്ടാവില്ല. നിന്നെക്കൊണ്ടെന്നല്ല, ഈ നാട്ടിലുള്ള ആരെ കൊണ്ടും പറ്റിയേയില്ല. രഞ്ജൻ കട്ടായം പറഞ്ഞു. എമി, നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. സാഹചര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ പഠിക്കണം. എന്നും ദുഃഖപുത്രിയായിട്ടിരിക്കാനാണോ നിന്റെ തീരുമാനം? ഇത്തിരി ഉച്ചത്തിൽ തന്നെ അവൻ ശകാരിച്ചു. എനിക്ക് പേടിയാ രഞ്ജേട്ട അവിടെ ഉള്ളവരെ. ഞാൻ എങ്ങനെയാ? നിസ്സഹായയായി അവൾ കെഞ്ചി. നിനക്ക് നീ മാത്രമേ ഉള്ളൂ എമി. നിന്റെ കണ്ണീര് തുടയ്ക്കാൻ ആരും വരികയില്ല. അതുകൊണ്ട് ഈ പേടിയൊന്ന് മാറ്റി ജീവിച്ചു നോക്ക്. ഒരുത്തനും നിന്നെ തൊടില്ല. എന്തിന്? നിന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കാൻ പോലും ധൈര്യപ്പെടില്ല. അവൾ അവനെ കേട്ടുകൊണ്ടിരുന്നു. സത്യമാണ് ഏട്ടൻ പറയുന്ന ഓരോ കാര്യങ്ങളും. ഇന്നല്ലെങ്കിൽ നാളെ തനിക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. എങ്ങോട്ട് പോകും? ആരഭയം തരും തനിക്ക് ആലങ്കൽക്കാരിൽ നിന്നും? ഉത്തരമില്ലാ ചോദ്യങ്ങൾ പെണ്ണിൻ്റെ തലയ്ക്ക് ചുറ്റും വട്ടം കറങ്ങി. പറക്കമുറ്റാത്ത പൊടിയും കൊണ്ട് നീ എന്ത് ചെയ്യും കുഞ്ഞോളെ? ഈർച്ചവാൽ പോലെ ആ ചോദ്യം പെണ്ണിൻ്റെ മനസ്സിൽ കുത്തിക്കയറി. രഞ്ജേട്ടാ. ആ പാവം തേങ്ങി. എമി, നാളെ നിന്റെ കുഞ്ഞ് വളർന്നു വരും. അവൾ അച്ഛൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ നീ ആരെ ചൂണ്ടിക്കാട്ടും? ഐസക്കിനെയോ അതോ സേവിയറിയോ? ആ വീട്ടിൽ നിന്റെ കുഞ്ഞ് ദുരിതം അനുഭവിച്ച് വളരണമെന്ന് നീ ആശിക്കുന്നുണ്ടോ? സംശയത്തോടെ നെറ്റി ചുളിച്ചവൾ. രഞ്ജൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല.
ഒരിക്കലുമില്ല ഏട്ടാ. എമ്മി പറഞ്ഞു. കുഞ്ഞോളെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നീ തിരിച്ചു പോകണമെന്ന്. എന്നെക്കൊണ്ട് പറ്റില്ല രഞ്ജിയേട്ടാ. വേറെ എന്തെങ്കിലും ദുരിതങ്ങളായിരുന്നെങ്കിൽ ഞാൻ സഹിച്ചേനെ. ഒരു ഇതായിട്ട് ജീവിക്കുന്നതിലും ഭേദം മരിക്കുന്നതാ. ചേട്ടനും അനിയും കൂടെ ഒരുമിച്ച് കിടന്നു കൊടുക്കാൻ ഈ എമ്മിയെ കൊണ്ട് ഇനിയും പറ്റില്ല. അവൾ തല തല്ലിക്കൊണ്ട് ഉച്ചത്തിൽ കരഞ്ഞു. അടുക്കളയുടെ വാതിലിന് പിന്നിൽ നിന്നിരുന്ന ആനിയമ്മ സ്വന്തം മകളുടെ നിവർത്തികേടോർത്ത് തോർത്ത് തിരികെ വായിൽ കയറ്റി വെച്ച് ഒച്ചയില്ലാതെ തേങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നപ്പോൾ, കുഞ്ഞോളെ, സ്ത്രീ ദേവിയാണ്, അമ്മയാണ്. പക്ഷെ സ്വന്തം സ്ത്രീത്വത്തിന് മുറിവേറ്റാൽ മുച്ചൂടും മുടിക്കുന്ന കാളിയാവാനും അവൾക്ക് സാധിക്കും. പൊടുന്നനെ എമി കരച്ചിൽ നിർത്തി അവൻ്റെ നേർക്ക് നോട്ടം പായിച്ചു. നിനക്ക് തീരുമാനിക്കാം കുഞ്ഞോളെ, നിന്റെ കുഞ്ഞ് മകളായി ജീവിക്കണോ അതോ ചങ്കുറപ്പുള്ള ഒരു പെണ്ണിൻ്റെ മകളായി വളരണോ എന്ന്. അവളൊരു നിമിഷം ചെവി തുറന്നത് കേട്ടു. അതുമാത്രം അവളുടെ കർണപുടങ്ങളിൽ ഉച്ചത്തിൽ മുഴങ്ങി. അറപ്പോടെ ആ പേര് ചുണ്ടുകൾക്കിടയിൽ ഞെരിച്ചു കളഞ്ഞവൾ. വേണ്ട, അവൾക്ക് ആ പേര് വേണ്ട. അങ്ങനെയാണെങ്കിൽ തൻ്റെ പൊടി വളർന്നു വരുമ്പോൾ തന്നെ പട്ടിയെപ്പോലെ മാത്രമേ കാണുകയുള്ളൂ. അത് താൻ സഹിക്കില്ല. അവളുടെ ബോധമണ്ഡലം ഉണർന്നു. സ്വന്തം കുഞ്ഞിന് വേണ്ടിയെങ്കിലും നീ ഇപ്പോൾ മാറിയില്ലെങ്കിൽ നാളെ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും കുഞ്ഞോളെ. അവൻ അവളുടെ നെറുകയിൽ അരുമയോടെ തഴുകി. ഏത് പൊത്തിൽ ഒളിച്ചിരുന്നാലും നിന്നെ അവർ മനസമാധാനമായി ജീവിക്കാൻ സമ്മതിക്കുകയില്ല. അതുകൊണ്ട് നീ ആലുങ്കലേക്ക് തന്നെ തിരിച്ചു പോകണം, പുതിയൊരു എമിയായിട്ട്. തളർന്നു പോകുന്നു എന്ന് തോന്നുമ്പോൾ നിന്റെ കുഞ്ഞിൻ്റെ മുഖം ഒന്ന് ഓർത്താൽ മതിയടി. കരഞ്ഞ് തളർന്നിരിക്കുന്നവളുടെ മുഖത്ത് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് രഞ്ജനും മനസ്സിലായി. ശത്രുക്കളുടെ മുമ്പിൽ നിന്ന് തന്നെ കളിക്കണം എമി, ചതിയുടെ കളികൾ. എന്തൊക്കെയോ ആലോചിച്ചുറപ്പിച്ചെന്നുള്ള രീതിയിൽ അവൻ അണപ്പല്ല് ഞെരിച്ചു. രഞ്ജിയേട്ടൻ എന്താണ് ഉദ്ദേശിക്കുന്നേ? അവൾ കാതുകൂർപ്പിച്ചു. പറയാം. അതിനു മുൻപ് നീ ഐസക്കിനെ വിളിച്ച് പറയണം, കുറച്ച് നാളുകളിൽ കൂടി കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് എത്താമെന്ന്. അതും സ്നേഹത്തോട് തന്നെ. രഞ്ജേട്ടാ, താല്പര്യമില്ലാത്ത രീതിയിൽ അവളൊന്ന് എതിർത്തു. വേണ എമി, ഇനി നിന്റെ ജീവിതത്തിൽ പകയുടെ പ്രതികാരത്തിൻ്റെ നാളുകളായിരിക്കണം, നിന്റെ കുഞ്ഞിൻ്റെ നല്ല ഭാവിക്ക് വേണ്ടി. രഞ്ജേട്ടാ, ഇതൊക്കെ എങ്ങനെയാ? എന്നെക്കൊണ്ട് പറ്റുമോ? നിന്നെക്കൊണ്ടേ പറ്റൂ കുഞ്ഞോളെ. കാരണം നീ ഒരമ്മയാണ്. സ്വന്തം കുഞ്ഞിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി ഒരമ്മ എന്തും ചെയ്യും. എന്തേ ചെയ്യില്ലേ നീ? ചെയ്യൂ ഏട്ടാ. എൻ്റെ കുഞ്ഞിൻ്റെ നല്ല ഭാവിക്ക് വേണ്ടി ഏതറ്റം വരെയും പോകാൻ ഞാൻ തയ്യാറാണ്. ആ നിമിഷം അവളിൽ കണ്ട നിശ്ചയദാർഢ്യം രഞ്ജൻ്റെ മനസ്സിനെ തണുപ്പിച്ചു. എങ്കിൽ നീ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരാം. ശേഷം രഞ്ജൻ തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ഒന്നൊഴിയാതെ അവൾക്ക് ചൊല്ലിക്കൊടുത്തു. അവളിലെ അമ്മയ്ക്ക് അത് മതിയായിരുന്നു. എമിയുടെ ചുണ്ടിൽ വിരിഞ്ഞ പുച്ഛച്ചിരി പതിയെ രഞ്ജൻ്റെ ചുടികളിലേക്ക് വ്യാപിച്ചു. ഇതെല്ലാം നിസ്സഹായായി കേട്ടുകൊണ്ട് നിൽക്കാനേ ആനിയമ്മയ്ക്ക് കഴിഞ്ഞുള്ളൂ. ദിവസങ്ങൾ ആഴ്ചകൾക്ക് വഴിമാറി. എമിക്ക് 90 തികയാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ ഫോണിൽ അവൾക്കൊരു വിളി വന്നു. എമി. ഗാംഭീര്യമുള്ള ഉറച്ച ശബ്ദം കേട്ടപ്പോഴേ ആരാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. പറയ് സേവ്യർ അച്ചായ. ഉള്ളിലുള്ള വെറുപ്പ് പുറത്തു കാട്ടാതെ അവൾ സൗമ്യമായി വിളിച്ചു. എന്നത്തേനാ വരവ്? ഒട്ടും താല്പര്യമില്ല എന്ന് അറിയിച്ചുകൊണ്ടുള്ള ചോദ്യം. പക്ഷെ തനിക്കല്ലേ അറിയൂ ആർത്തിമുട്ടുള്ള വിളിയാണെന്ന്. അടുത്ത തിങ്കളാഴ്ച. അവൾ മൃദുവായി ഉത്തരം നൽകി. ഇനിയും 4 ദിവസങ്ങൾ കൂടി. സേവ്യർ കണക്ക് കൂട്ടി. അതേ ചായ. അവൾക്ക് ശരിക്കും പറഞ്ഞാൽ ചിരി വരുന്നുണ്ടായിരുന്നു. കൊച്ചുറങ്ങിയോ? ആർക്കാനും വേണ്ടിയുള്ള ചോദ്യമാണെന്ന് കേട്ടപ്പോൾ തന്നെ ബോധ്യമുണ്ടായി. പ്രസവം കഴിഞ്ഞിട്ടിപ്പം 3 മാസം ആകാറായി. ഇതുവരെയും കൊച്ചിനെ കാണാനായി ഒരു വട്ടം പോലും വരാത്ത അപ്പനാണ് ഇപ്പോൾ പൊടിയുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വരുന്നത്. ഉറങ്ങി. അവൾക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. എങ്കിലും സ്വയം അടക്കി പിടിച്ചു. നിന്റെ തന്തയും തള്ളയും കൂടി കൊണ്ടുവന്നിങ്ങി വിടില്ലേ? അങ്ങനെയാണ് പറഞ്ഞതിച്ചായ. ഒരു നിമിഷം ഇരുവരും നിശബ്ദരായി. മറുവശത്തു നിന്നും ബീപ് ടോൺ കേട്ടപ്പോൾ അയാൾ വെച്ചിട്ട് പോയെന്നവൾക്ക് മനസ്സിലായി. ഫോൺ കട്ടിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് എമ്മി ദേഷ്യം കൊണ്ട് വിറച്ചു. സേവ്യർ ഏൽപ്പിച്ച വേദനകൾ അവളുടെ കണ്ണിന് മുൻപിൽ ഓരോന്നായി തെളിഞ്ഞു വന്നു. അതിനോടൊപ്പം തന്നെ അയാളോടുള്ള പകയും അവളിൽ പുകഞ്ഞു പൊങ്ങി. അമ്മച്ചി, എന്നത്തിനായി കരയുന്നേ? കണ്ണീർ വാർത്തുകൊണ്ട് കൊച്ചിൻ്റെ ഉണങ്ങിയ തുണിയെല്ലാം ബാഗിലേക്കാക്കി ആനിയമ്മ അടുക്കി പെറുക്കി വെച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എമിയുടെ ചോദ്യം വന്നത്. അവർ സാരിയുടെ കോന്തല കൊണ്ട് മുഖമൊന്ന് അമർത്തി തുടച്ചിട്ട് മകളുടെ നേർക്ക് ദൈന്യതയോടെ നോക്കി. അമ്മച്ചി ഒരു കഴിവുകെട്ടവളാണ് അല്ലേടി കൊച്ചേ? വിറച്ചുകൊണ്ടുള്ള ചോദ്യം. എന്തിനാ അമ്മച്ചി ഈ പറച്ചിൽ?
അതിന് മാത്രം ഇവിടെ ഇപ്പോൾ എന്താ ഉണ്ടായേ? അവൾ പോയി അവർക്കരികിലായി ഇരുന്നു കൊണ്ട് ബാക്കിയുള്ള തുണി കൂടി മടക്കി വെക്കുവാൻ സഹായിച്ചു. ഇപ്പം മരിച്ചപ്പോൾ ഇങ്ങനെ കെട്ടിയതാ ഞാൻ ചെയ്ത ആദ്യത്തെ തെറ്റ്. നിന്നെ പൊന്നുപോലെ നോക്കാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അപ്പനും അമ്മയും വേറൊന്നും നോക്കാതെ എന്നെ ഇങ്ങേരുടെ കൂടെ ഇറക്കി വിട്ടു. അയാളുടെ ചൊൽപ്പടിക്ക് നിന്ന് നിന്നെ വേദനിപ്പിച്ചതാ രണ്ടാമത്തെ തെറ്റ്. പെറ്റ മകളെ പോലും പേടിച്ച് കഴിയേണ്ടി വരുന്ന വെറും കൊള്ളരുതാത്തവൾ. ഇപ്പോൾ നിന്നെ പോലും രക്ഷിക്കാൻ കഴിയാതെ, കൂടെ ചേർത്ത് പിടിക്കാൻ സാധിക്കാതെ വീണ്ടും നിന്നെ ഇങ്ങോട്ടേക്ക് കൊടുക്കുവാൻ വേണ്ടി ഒരുങ്ങുകയല്ലേ ഈ ഞാൻ. അവർ ഏങ്ങലടിച്ച് കരഞ്ഞു. അമ്മ എന്തൊക്കെയായി പറയുന്നേ? എൻ്റെ കണ്ണിൽ എൻ്റെ അമ്മയോളം എന്നെ ചേർത്ത് പിടിച്ചവർ ആരുമില്ല. അമ്മ കഴിഞ്ഞേ എനിക്കാരും. വേറെ എന്നും ആലോചിച്ച് വിഷമിച്ച് വെറുതെ അസുഖമൊന്നും വരുത്തി വയ്ക്കല്ലേ. എൻ്റെ കാര്യത്തിൽ ഇനിയൊരു ആശങ്ക വേണ്ട. മൂക്കോളം മുങ്ങിയാൽ കുളിരില്ലെന്നല്ലേ രഞ്ജിയേട്ടൻ പറഞ്ഞതുപോലെ എന്നെ നോക്കാൻ എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. ഇനിയും എല്ലാവരെയും പേടിച്ച് ജീവിച്ച എൻ്റെ മകളെ പോലും വരുന്ന ആളിൽ ഞാൻ അത്തരമൊരു ഇതായി കാണേണ്ടി വരും. വയ്യമ്മേ, കരഞ്ഞു കരഞ്ഞ് എൻ്റെ കണ്ണീര് പറ്റി. ഇതിൽ കൂടുതൽ ദുഃഖങ്ങൾ എന്തു വരാനാ? എമ്മി വിശദീകരിക്കുമ്പോൾ കേട്ടിരുന്നതല്ലാതെ ആനിയമ്മ ഒന്നും സംസാരിച്ചില്ല. ഭർത്താവും മകൾ എന്ന ചട്ടക്കൂടിൽ ഒതുങ്ങിയവർക്ക് മൂത്ത മകളെ ചേർത്ത് പിടിക്കുവാനുള്ള ധൈര്യം പോരായിരുന്നു. നാളെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും. ഇനി ഇങ്ങോട്ടേക്കൊരു തിരിച്ചുവരവ് ഉണ്ടാവുമോ എന്ന് പോലും എനിക്കറിയില്ല. പറഞ്ഞുകൊണ്ടവൾ ബാഗിൻ്റെ സിബ്ബ് വലിച്ചടച്ചു. മോളെ സൂക്ഷിക്കണം. അവരൊക്കെ വലിയ ആൾക്കാരാ. അവർക്ക് ആദ്യമായിരുന്നു. ഇതിൽ കൂടുതലൊന്നും ചെയ്യില്ലല്ലോ അമ്മേ. ഇങ്ങനെ ജീവിക്കുന്നതിന് ഭേദം അതുതന്നെയാ. നിർവികാരതയാണോ അതോ ജനിച്ചു പോയതിലുള്ള വിദ്വേഷമാണോ ആ സംസാരത്തിലെ ധ്വനിയെന്ന് ആനിയമ്മയ്ക്ക് മനസ്സിലായില്ല. മോളെ, അവർ കരഞ്ഞു. ഒന്നുമില്ല അമ്മേ, വെറുതെ കരയാതേരി. എനിക്കൊന്നുമില്ല. പൊടിക്ക് വേണ്ടിയെങ്കിലും ജീവിക്കണ്ട ഞാനല്ലാതെ അവൾക്ക് വേറെ ആരുമില്ലല്ലോ. ആ അമ്മ മറുപടിയൊന്നും നൽകിയില്ല. പകരം ആനിയമ്മയ്ക്ക് അവരോട് തന്നെ പുച്ഛം തോന്നി. സ്വന്തം നിസ്സഹായതയോർത്ത്. എമിയുടെ ഫോൺ ബെല്ലടിച്ചപ്പോഴാണ് ആ സംസാരം അവസാനിച്ചത്. നോക്കുമ്പോൾ ഗ്ലോറിയാണ്. ചേച്ചി, കുഞ്ഞാവയ്ക്ക് സുഖമാണോ? പുഞ്ചിരിയോടുകൂടിയാണ് ചോദ്യം. എന്തോ എമിയുടെ മനസ്സ് നിറയ്ക്കുന്നതായിരുന്നു അത്. സുഖം. അവിടെയോ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ചേച്ചി. പിള്ളേരുടെ എക്സാം അല്ലേ, അതുകൊണ്ട് ഇടയ്ക്കൊന്നും വിളിച്ച് അന്വേഷണം തിരക്കായിരുന്നത്. പരീക്ഷയെല്ലാം കഴിഞ്ഞിട്ട് വേണം കുഞ്ഞുങ്ങളെയും കൂട്ടി ആലങ്കരയ്ക്ക് വരാൻ. ആവേശത്തോടെ ഓരോന്നും വിശദീകരിക്കുന്നവളോട് വല്ലാത്തൊരു സ്നേഹം തോന്നിപ്പോയി എമിക്ക്. ആ, ചോദിക്കാൻ മറന്നു. ചേച്ചി എന്നാണ് അങ്ങോട്ടേക്ക് പോകുന്നത്? നാളെ രാവിലെ ഇവിടുന്ന് ഇറങ്ങും. പതിയാണെന്ന് പറഞ്ഞെങ്കിലും വാക്കുകൾക്ക് മൂർച്ചയുണ്ടായിരുന്നു. ആഹാ, എനിക്കങ്ങോട്ട് ഓടി വരാൻ തോന്നുന്നു ചേച്ചി. കുഞ്ഞാവയൊക്കെ ആയിട്ട് ഇനി അവിടെ പൊളിയായിരിക്കും. എമ്മി വെറുതെ ഒന്ന് മൂളി. ആ, പറയാൻ മറന്നു. ഐസക്കിച്ചാൻ അവിടെ ഉണ്ട് കേട്ടോ. എന്തോ ബിസിനസ്സിൻ്റെ കാര്യത്തിന് വന്നതാ. കുറച്ച് ദിവസങ്ങൾ അവിടെ കാണുമെന്നാണ് എന്നോട് പറഞ്ഞത്. എമി അതെല്ലാം മുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ടാണ് കേട്ടിരുന്നത്. അവളുടെ കണ്ണുകളിൽ തീയാളി. പിന്നെയും ഗ്ലോറി കുറച്ചു നേരം കൂടി എന്തൊക്കെയോ അവളോട് സംസാരിച്ചു കൊണ്ടിരുന്നു. ആനിയമ്മയോട് അന്വേഷണങ്ങൾ തിരക്കിയ ശേഷമാണ് അവൾ കോൾ അവസാനിപ്പിച്ചത്. നാളെയല്ലേ നിന്റെ മോൾ ഇവിടുന്ന് പോണത്? ചോറിൽ മീൻചാറൊഴിച്ച് കുഴച്ച് ഉരുട്ടുള്ള വായിലേക്ക് തിരികെ മാത്തുക്കുട്ടി. രാവിലെ പോകും. ചോറ് തീരാറായ പാത്രത്തിലേക്ക് വീണ്ടും കുറച്ചുകൂടി ആനിയമ്മ വിളമ്പിക്കൊടുത്തു. ഇത്രയും നാൾ ഇവിടെ നിൽക്കാൻ സമ്മതിച്ചു തന്നെ എൻ്റെ നല്ല മനസ്സ്. തള്ളേ മോള് അത് ഓർത്താൽ കൊള്ളാം. ഇനി ഈ വീട്ടിൽ കാല് കുത്തിയേക്കല്ലെന്ന് പറഞ്ഞേക്കണം ആ പുന്നാര മോളോട്. വായിൽ വന്നത് ഉച്ചത്തിൽ വിളിച്ചു കൂവി അയാൾ. അതിനോടൊപ്പം പുറത്തേക്ക് തെറിച്ച ചോറിൻ്റെ അവശിഷ്ടങ്ങൾ മുന്നിൽ നിന്ന് ആനിയുടെ നരച്ചു പിഞ്ചിയ സാരിയിലേക്ക് വീണു. അവൾ ഇനി വരില്ല. നിങ്ങൾക്ക് ആ ഉറപ്പ് ഞാൻ തരാം. എന്തിനാ ഇങ്ങനെ എൻ്റെ കൊച്ചിനെ വിളിക്കുന്നത്? അവരിലെ അമ്മയ്ക്ക് ഒരേ സമയം ദേഷ്യവും സങ്കടവും തോന്നി. അമ്പോ, നിനക്കിത്ര രോഷം കൊള്ളാൻ മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോടി മോളെ. മര്യാദയ്ക്ക് നിന്നാൽ നിനക്കിവിടെ കഴിയാം. എൻ്റെ നേരെ കുരയ്ക്കാൻ വരുന്നോടി. വിരൽ ചൂണ്ടി ഒരു താക്കീത് നൽകിയിട്ട് ആടി ആടി അടുക്കളയുടെ പുറത്തേക്ക് നടക്കുന്ന ഭർത്താവിനെ അവർ വെറുപ്പോടെ നോക്കി. അമ്മച്ചി. ഒച്ച കേട്ട് പേടിച്ച് കരയുന്ന കുഞ്ഞിനെ ഒക്കത്ത് വെച്ചുകൊണ്ട് എമി അങ്ങോട്ടേക്ക് ആദ്യോടെ ഓടിച്ചെന്നു. ആരും വരണ്ട, ഞാൻ തനിയെ പൊയ്ക്കോളാം. ഒരു കയ്യിൽ കുഞ്ഞിനെയും കൊണ്ട് എമി വീടിൻ്റെ പടികൾ ഇറങ്ങി. മുറ്റത്ത് നിർത്തിയിട്ടിരിക്കുന്ന രഞ്ജൻ്റെ ഓട്ടോയിലേക്ക് അവളുടെ ബാഗ് നേരത്തെ തന്നെ എടുത്തു വെച്ചിരുന്നു. എന്നാലും മോളെ, ഞാനും കൂടെ വരാടി അവിടം വരെ.
ആനിയമ്മയ്ക്ക് നെഞ്ചു പിടഞ്ഞു. അവർ മകളുടെ പിറകെ ചെന്നു. വേണ്ടമ്മേ, അപ്പം സമ്മതിക്കില്ല. വെറുതെ എന്തിനാ ഇനിയും എല്ലാം വാങ്ങിക്കൂട്ടുന്നേ? ആനിയമ്മയുടെ ഇടത്ത് കവളിലെ ചുവന്നു തിണർത്ത പാടുകൾ എമിയെ ഒട്ടൊന്നുമല്ല സങ്കടപ്പെടുത്തിയത്. എന്നാലും ഒരനാഥയെപ്പോലെ നീ ഇങ്ങനെ പോകുന്നത് കാണുമ്പോൾ ആനിയമ്മയുടെ മുഖം പൊത്തിക്കരഞ്ഞു. അടുത്തു നിന്ന കുമാരി അവരെ ചേർത്ത് പിടിച്ചു. പോട്ടേടി. തന്നെ നോക്കി കണ്ണീർ വാർത്തുകൊണ്ട് നിൽക്കുന്ന ചിത്തിരയെ അവർ പുണർന്നുകൊണ്ട് ചോദിച്ചു. പോണ്ടാടി, എങ്ങനെയെങ്കിലും നമുക്ക് ജീവിക്കാം. അവിടുന്ന് രക്ഷപ്പെട്ടോടി വന്നതല്ലേ നീ. ഇനി എന്തിനാ അങ്ങോട്ടേക്ക് പോണത്? വേണ്ടാടി, ഒന്ന് സമ്മതം മൂളിയാൽ മതി. എൻ്റെ രഞ്ജേട്ടൻ നോക്കുവാടി നിന്നെയും കുഞ്ഞിനെയും. കൂട്ടുകാരിയുടെ പറച്ചിൽ കേട്ട് അവിടെ നിന്ന് വേഗം ഓടി ഒളിക്കാനാണ് എമ്മിക്കപ്പോൾ തോന്നിയത്. ചിത്തിരിയുടെ നിലവിളി കേട്ട് ഓട്ടോയുടെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് രഞ്ജനും ഒന്ന് ഭയന്നുപോയി. പോകുന്നു. പൊടുന്നനെ അവളിൽ നിന്നും വിട്ടുമാറി കുഞ്ഞിനെയും കൊണ്ട് അവൾ വണ്ടിയുടെ പിൻസീറ്റിലേക്ക് കയറിയിരുന്നു. രഞ്ജൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടേക്ക് പായുന്നത് അറിഞ്ഞെങ്കിലും എമി ആരുടെയും മുഖത്ത് നോക്കുവാൻ കൂട്ടാക്കിയില്ല. കണ്ണുകൾ ഇറുക്കി അടച്ച് പിൻസീറ്റിലേക്ക് ചാരിയിരുന്നു പെണ്ണവൾ. അമ്മയുടെയും കുമാരി ആൻ്റിയുടെയും ഏങ്ങിക്കരച്ചുകൾ ദൂരേക്ക് പോയി മറയുന്നത് പോലെ തോന്നി. ചിത്തിരിയുടെ ഒച്ച കേൾക്കുന്നില്ലല്ലോ. അവൾ ഇവിടെ പോയി. ചിലപ്പോൾ ഞാൻ പോകുന്നത് കാണാനുള്ള ത്രാണിയില്ലാതെ വീട്ടിലേക്ക് കരഞ്ഞുകൊണ്ട് കയറിപ്പോയിരുന്നായിരിക്കാം. ഓരോന്ന് ഓർത്തുകൊണ്ട് സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് വണ്ടി എവിടെയോ നിർത്തിയതുപോലെ എമ്മിക്ക് തോന്നിയത്. കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഒരു തട്ടുകടയുടെ മുമ്പിൽ ഓട്ടോ നിർത്തിയിട്ടിരിക്കുന്നത് അങ്ങോട്ടേക്ക് പോകുന്ന രഞ്ജനെയാണ് അവൾ കണ്ടത്. കടക്കാരനോട് എന്തൊക്കെയോ ചോദിച്ചിട്ട് പിന്നെയും തൻ്റെ നേർക്കായി നടന്നു വരുന്നുണ്ട്. എമി, നിനക്കെന്താ കഴിക്കാൻ വേണ്ടേ? ദോശ അപ്പം ഉണ്ടെന്ന്. ബാക്കിയെല്ലാം കഴിഞ്ഞു. സമയം 10 കഴിഞ്ഞില്ലേ? പ്രതീക്ഷയോടെ തൻ്റെ നേർക്ക് നോക്കി നിൽക്കുന്നവനെ നിരാശപ്പെടുത്തുവാൻ എമിക്കായില്ല. എന്താണേലും കഴിച്ചോളാം. പതിയെ പറഞ്ഞപ്പോൾ ആ മുഖത്ത് പൂർണ്ണചന്ദ്രന്മാ ഉദിക്കുന്നത് അവൾക്ക് കാണാനായി. ദോശയല്ലേ നിനക്കിഷ്ടം? അത് പറയാല്ലേ? ആ. സമ്മതത്തോടെയൊന്ന് അവൾ തലയാട്ടി കാട്ടി. ആളകത്തേക്ക് പോകുന്നതും പ്ലേറ്റിൽ ദോശയുമായി തിരിച്ചു വരുന്നതും കണ്ടു. കുഞ്ഞിനെ ഇങ്ങത്താ, ഞാൻ പിടിച്ചോളാം. നീ ഇത് കഴിക്ക്. കയ്യിലിരുന്ന പ്ലേറ്റും ഒരു ഗ്ലാസ് വെള്ളവും സ്പിൻ സീറ്റിലേക്ക് വെച്ചിട്ട് പൊടിയെ എമിയുടെ കയ്യിൽ നിന്ന് രഞ്ജൻ വാങ്ങി. ഗ്ലാസ്സിലെ വെള്ളം കൊണ്ട് കൈ കഴുകി പ്ലേറ്റിലുള്ള ചൂട് തട്ടുദോശയും ചമ്മന്തിയും ആസ്വദിച്ച് കഴിച്ചു പെണ്ണ്. വർഷങ്ങൾക്ക് ശേഷം രഞ്ജേട്ടൻ വാങ്ങിയത് മനസ്സ് നിറച്ച് കഴിക്കുവാൻ സാധിച്ചു. കല്യാണത്തിന് മുൻപ് തനിക്കായി വാങ്ങിയ തട്ടുദോശ ആരും കാണാതെ വന്ന് തൻ്റെ ജനരലിൽ കൊണ്ടുവച്ചിട്ട് ഒന്നും അറിയാത്ത രീതിയിൽ പോകുന്ന ഏട്ടനെ അവൾ ആ നിമിഷം ഓർത്തുപോയി. ഇഷ്ടപ്പെട്ട ഭക്ഷണം പോലും കഴിക്കാൻ അവകാശമില്ലായിരുന്നു സ്വന്തം വീട്ടിൽ. അതിൽ നിന്നൊക്കെ പലപ്പോഴും രക്ഷിച്ചിട്ടുള്ളത് കുമാരി ആൻറ്റിയും നെഞ്ചിയെണ്ണയുമാണ്. എന്താടി കണ്ണു നിറഞ്ഞത്? ചമ്മന്തിക്ക് എരിവ് കൂടുതലാണോ? മുൻപിലത്തെ സീറ്റിലിരുന്നു കൊണ്ട് ആകുലതയോടെ ചോദിക്കുന്നവന് നേർക്ക് വെറുതെ ഒന്ന് പുഞ്ചിരിച്ചു കാട്ടി. അല്ല. പറഞ്ഞതിനൊപ്പം തന്നെ നിറഞ്ഞു വന്ന കണ്ണുകളിലെ നീരിനെ ചുരിദാറിൻ്റെ ഷാളുകൊണ്ട് ഒപ്പിക്കളഞ്ഞവൾ. ആ, വേഗം വാരി തിന്നുവാൻ നോക്ക്. ഒട്ടൊരു ശാസനയോടെ അവൻ പറഞ്ഞു. അവൻ്റെ മുറുകിയ മുഖം കണ്ടതിനാലാണോ അതോ രാവിലെ ഒന്നും കഴിക്കാതിരുന്നതിനായുള്ള വിശപ്പ് കൊണ്ടാണോ പാത്രത്തിലുള്ളത് വേഗം വേഗം വാരി കഴിച്ചവൾ. കൈ കഴുകാൻ വെള്ളം കൊണ്ടുവന്ന് തരാം. കുഞ്ഞിനെയും കൊണ്ട് വണ്ടിക്ക് പുറത്തേക്ക് ഇറങ്ങിയവനെ എമി തടഞ്ഞു. ഞാൻ പൊക്കോളാം. പാത്രവുമായി ഇറങ്ങിയവളുടെ പിറകെ തന്നെ രഞ്ജനും ചെന്നു. ഒരു നിഴലായി. അവൾ കൈ കഴുകി തിരിഞ്ഞപ്പോഴേക്കും കയ്യിലൊരു ഗ്ലാസ് പാലുമായി നിൽക്കുന്നവനെയാണ് പെണ്ണ് കണ്ടത്. ഇതുകൂടെ കുടിക്ക്. വയറു നിറഞ്ഞു പൊട്ടാറായി ഇരിക്കുന്നതിനാൽ അവൾ അത് കയ്യിലേക്ക് വാങ്ങുവാനൊന്ന് വിസമ്മതിച്ചു. വേഗം കുടിക്കടി. ഇത്തിരി ഉച്ചത്തിൽ പറഞ്ഞപ്പോഴേക്കും പേടിയോടെ വേഗം തന്നെ അത് എമി വാങ്ങി ചുണ്ടോട് ചേർത്തു. ചൂടുപാലവളുടെ തൊണ്ടയിൽ കൂടി താഴേക്ക് ഒഴുകിപ്പോകുന്നത് അവൾ അറിഞ്ഞു. ചൂടാടി, ഊഴ്തി കുളിക്ക് കുഞ്ഞോളെ. കരുതലിൻ്റെ ആ സ്നേഹക്കടലിൽ ആവോളം മുങ്ങിയവൾ പതിയെ പതിയെ ഊതി ഊതി ചൂടാറിച്ച് ആ ഗ്ലാസ്സിലുള്ളത് മുഴുവൻ മൊത്തി കുടിച്ചവൾ. ഒട്ടൊരു സംതൃപ്തിയോടെ അവനത് കണ്ണു നിറയെ നോക്കി നിന്നു. കാശ് കൊടുത്തിട്ട് വണ്ടിക്കരികിലേക്ക് നടക്കുന്നവനെ എമി അനുഗമിച്ചു. ഒരിക്കൽ ആ കാലടികൾ പിന്തുടരണമെന്ന് അതിയായി ആശിച്ചിരുന്നു താൻ. ആ കരുതലിലും സ്നേഹത്തിലും മുങ്ങിക്കുളിച്ച് ജീവിതകാലം ഏട്ടൻ്റെ പാതിയായി ജീവിക്കാൻ ഒരുപാട് കൊതിച്ചിരുന്നു. ആ പ്രണയമഴയിൽ നനഞ്ഞ് ഒടുക്ക അവൻ്റെ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് താരാട്ട് പാട്ടി ഉറക്കാൻ അതിയായി ആഗ്രഹിച്ചവളാണ് താൻ. ഇപ്പോൾ എല്ലാം നശിച്ചു. തൻ്റെ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നടക്കുന്നവനെ നെഞ്ചു പറഞ്ഞു പോകുന്ന വേദനയിൽ എമി നോക്കി. ആഗ്രഹിച്ച ജീവിതവും കൊതിച്ച സ്വപ്നങ്ങളും ഒന്നും ഇപ്പോൾ തനിക്ക് സ്വന്തമല്ല. ആശിക്കാൻ പാടില്ല. അതിനുള്ള അർഹത തനിക്കില്ല.
മുൻപിൽ നിറമുള്ള ജീവിതം നീട്ടിപ്പിടിച്ചവൻ്റെ കൈകൾ തട്ടിയെറിഞ്ഞ് സേവിയർ എന്നവൻ്റെ താലിക്കായി കഴുത്ത് നീട്ടിക്കൊടുത്തവളാണ് താൻ. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ലെങ്കിലും താൻ കാരണം രഞ്ജേട്ടൻ്റെ ജീവിതമാണ് നശിച്ചത്. കുറ്റബോധത്തോടെ ഉറങ്ങിയിട്ടില്ല കല്യാണം കഴിഞ്ഞതിൽ പിന്നെ. തലയിണയിൽ ഒരു തുള്ളി കണ്ണുനീർ വീടാതെ ഒരു രാവും വെളുപ്പിച്ചിട്ടുമില്ല. മോളെ പിടി കുഞ്ഞോളെ, നീ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുക? രഞ്ജൻ്റെ ശബ്ദം കേട്ടാണ് ചിന്തകളിൽ നിന്നും അവൾ ഉണർന്നത് തന്നെ. ഓരോന്നാലോചിച്ചുകൊണ്ട് സീറ്റിൽ കയറിയിരുന്നതോ രഞ്ജേട്ടൻ അരികിൽ വന്നതോ ഒന്നും എമി അറിഞ്ഞിരുന്നില്ല. സൂക്ഷിച്ച് നീട്ടിയ കൈയിലേക്ക് ഏട്ടൻ കുഞ്ഞിനെ വെച്ച് തരുമ്പോൾ കരുതലോടെ പറയുന്നുണ്ടായിരുന്നു. കുഞ്ഞിനെ വാങ്ങി മാറോട് ചേർത്ത് പിടിക്കുമ്പോൾ നഷ്ടപ്രണയത്തെ ഓർത്ത് ഉച്ചത്തിൽ വിലപിക്കുകയായിരുന്നു അവളുടെ ഉള്ളം. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ നിനക്ക്? ഇനിയും നിന്റെ കണ്ണുകളിൽ നീറി പൊടിയുന്നത് ഞാൻ കാണരുത്. എനിക്ക് വേണ്ടത് ദുഃഖപുത്രിയല്ല, ചുണക്കുട്ടിയായ പുതിയൊരു എമിയാണ്. മുന്നിലേക്ക് കയറിയിരുന്ന് ശാസിക്കുന്നവനോട് മറുപടിയൊന്നും പറഞ്ഞില്ല. എന്ത് സഹായം, ഏത് പാതിരാത്രി വേണമെങ്കിലും നിനക്കെന്നെ വിളിക്കാം. 10-15 മിനിറ്റിനുള്ളിൽ ഞാൻ നിന്റെ മുൻപിലെത്തിയിരിക്കും. ഇത് വാക്ക്. ഉറച്ചതായിരുന്നു ആ ശബ്ദം. ഒരു ഊക്കോടെ വണ്ടി മുന്നിലേക്ക് എടുക്കുന്നവൻ്റെ മാനസിക സംഘർഷം അവൾക്ക് തൊട്ടറിയാൻ സാധിച്ചു. 5 മിനിറ്റൂടെ കഴിഞ്ഞപ്പോഴേക്കും കൂറ്റനൊരു ബംഗ്ലാവിൻ്റെ മുൻപിലേക്ക് അവൻ്റെ ഓട്ടോ ചെന്ന് നിന്നു. ഉള്ളിലിരിക്കുന്ന എമിയെ കണ്ടതിനാലാവാം അവർക്കായി സെക്യൂരിറ്റി ഗേറ്റ് തുറന്നു കൊടുത്തത്. വണ്ടി അകത്തേക്ക് ചെന്ന ആ വലിയ ഇരുനില വീടിന് മുന്നിലേക്കായി നിന്നു. ഓട്ടോയിൽ നിന്ന് എമി കുഞ്ഞുമായി ഇറങ്ങി നിന്നപ്പോഴേക്കും ഉള്ളിലിരുന്ന ബാഗ് രഞ്ജൻ പുറത്തേക്കെടുത്ത് വെച്ചു കഴിഞ്ഞിരുന്നു. അകത്തേക്ക് നടക്കു കുഞ്ഞോളെ. ആജ്ഞ പോലെയായിരുന്നു എമിക്കത് തോന്നിയത്. ഒന്ന് വിറച്ചുവെങ്കിലും പതറിച്ച് മറച്ചു വെച്ചുകൊണ്ട് അവൾ ഉള്ളിലേക്ക് കയറി. പിന്നാലെ ബാഗുമായി അവനും. സിറ്റൗട്ടിൽ നിന്നും അകത്തെ വിശാലമായ ലിവിംഗ് റൂമിലേക്ക് കയറിയപ്പോഴേ കണ്ടു ലാപ്പിൽ എന്തോ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ഐസക്കിനെ. അവളൊന്ന് നിന്നു. പിന്നീട് തിരിഞ്ഞ് രഞ്ജനെയൊന്ന് നോക്കി. എമിയുടെ കണ്ണുകളിലെ ഭാവവ്യത്യാസത്തിൻ്റെ അർത്ഥം തിരയുകയായിരുന്നു അവനപ്പോൾ. പകയോ അതോ പേടിയോ?